സംസ്ഥാനത്തെ മുങ്ങിമരണങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ ജലാശയങ്ങളിൽപ്പെട്ടുള്ള മരണങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന വാശിയിൽ ഒരുപറ്റം ചെറുപ്പക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. വളർന്നു വരുന്ന തലമുറയെ നീന്തൽ പരിശീലിപ്പിക്കുന്ന ദൌത്യവുമായാണ് ഒരുപറ്റം യുവതി യുവാക്കൾ രംഗത്ത് വന്നത്. സ്കൂൾ കുട്ടികളെയാണ് ഈ സംഘം കൂടുതലായും ലക്ഷ്യമാക്കുന്നത്. ഇതിൽ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ മുഴുവൻ കുട്ടികൾക്കും പരിശീലനം ലഭിക്കുന്നതാണ്. പെൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് വനിതകൾ തന്നെയാണ്. കുട്ടികളെ അവർ പഠിക്കുന്ന സ്കൂളിൽ തന്നെ നീന്തൽ പഠിപ്പിക്കുന്നതിനുള്ള സൌകര്യമൊരുക്കുന്നു. സൌകര്യാർത്ഥം മാറ്റി സ്ഥാപിക്കാവുന്ന തരത്തിലുള്ള കുളം ആവശ്യക്കാരുടെ സൌകര്യാർത്ഥം ഓരോ സ്കൂളിലും ഗ്രൌണ്ടിൽ സ്ഥാപിക്കുന്നു. തുടർന്ന് നീന്തലിൽ പരിജ്ഞാനമുള്ളവർ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. ഒരു നീന്തൽക്കുളം നിർമ്മിക്കുന്നതിന് ഏകദേശം 5 ലക്ഷം രൂപയോളം മുതൽ മുടക്കുണ്ടാകും. ഇരുമ്പ്, തടി, ടാർപ്പ എന്നിവ കൊണ്ട് നിർമ്മിക്കുന്ന കുളം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അഴിച്ചുകൊണ്ടുപോകാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അടുത്തുള്ള ആറ്റിൽ നിന്നോ തോട്ടിൽ നിന്നോ ജലസംഭരണികളിൽ നിന്നോ മോട്ടോർ പമ്പ് ഉപയോഗിച്ചോ ടാങ്കർ ലോറികളിൽ എത്തിച്ചോ വെള്ളം നിറയ്ക്കുന്നു. ദിവസവും 1 മണിക്കൂർ വീതം 15 ദിവസമാണ് പരിശീലനം നൽകുന്നത്. 15 ദിവസം കൊണ്ട് നീന്തൽ പഠിപ്പിക്കുമെന്ന് ഇതിന്റെ സംഘാടകർ പറയുന്നു. ഇടുക്കിയിലെ ശല്യാംപാറ SNUP സ്കൂളിലും അടിമാലി ശ്രീ വിവേകാനന്ദ വിദ്യാസദൻ സ്കൂളിലും ഇത്തരത്തിൽ കുളം നിർമ്മിച്ച വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി വിജയം നേടിയിട്ടുണ്ട്. പരിശീലനം സിദ്ധിച്ച ഇവിടുത്തെ വിദ്യാർത്ഥികൾ പൊതുജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ പെരിയാറ്റിലേക്ക് ഡാമിൽ നീന്തി തുടിച്ച് വിസ്മയം തീർത്തത് വാർത്ത നേടിയിരുന്നു. കമുകഞ്ചേരി സ്വദേശി വിശ്വനാഥൻ പിള്ളയാണ് ഇപ്പോൾ ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. സർക്കാരിൽ നിന്നോ മറ്റേതെങ്കിലും ഏജൻസികളിൽ നിന്നോ ഇതിന് ഒരു സഹായവും ലഭിക്കുന്നില്ല. ജലാശയങ്ങൾ മരണക്കിണറുകളായി മാറുന്ന സാഹചര്യത്തിൽ ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.